ഹലോ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി നമ്മുടെ മോളുടെ ബർത്ത്ഡേ തലേ ദിവസം എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ കുട്ടീനെ കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മോള് നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവാം എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ പല്ലൊന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചിട്ട് മോളുടെ പല്ല് ചെറുതായിട്ട് കേട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നേരത്തെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻഷൻ ഒഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാൻ പോയതാണ്. ആക്ച്വലി മധുരവും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന കാരണമാണ് കേട് വരുന്നത്. പക്ഷെ എന്നാലും നമ്മളത് നോക്കണ്ടേ. അപ്പോൾ ഇത് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോന് സുഖമില്ല, തല ദിവസം പനി ഉണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ. മോനാകെ തൂങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ്. പിന്നെ കിട്ടിയ സ്ഥിതിക്കൊന്ന് പോയാന്ന് വിചാരിച്ചു, അത്ര തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് പോകാനുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്ര റേറ്റ് ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് കേട്ടോ ആ ഒരു ഏരിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളൊക്കെ ഇൻഷുറൻസ് ഹൈ ആണ്, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. മറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഇത് ക്ലിനിക്കാണ്, ചിലപ്പോൾ അതായിരിക്കും കുറവാണ്. പിന്നെ കുറച്ചുകൂടി ഒരു മാൻലി ഡോക്ടറാണ്, നല്ല ഡോക്ടർ. നമ്മുടെ അടുത്ത് കൂടുതലായിട്ട് ഇങ്ങനെ ചോദിക്കാനും പറയാനും മോൻ്റെ കാര്യങ്ങളാണെങ്കിൽ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യില്ലെങ്കിൽ പോലും നമുക്ക് സജഷൻസ് ചോദിക്കും, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, അതൊക്കെ അവർ പറഞ്ഞുതരും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഏരിയ, നല്ല സ്ഥലമാണ്. കുറേ പുസ്തകവും കാര്യങ്ങളുള്ള കാര്യം പിള്ളേരത് പിടിച്ചു തരുന്നു. കുറേ നേരം എൻ്റെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ പീസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് വട്ടം വട്ടമായിട്ട് അങ്ങനെ. ഇപ്പോൾ ഈ പുസ്തകം ചെറിയ അവളുടെ സൈസിലുള്ള പുസ്തകം കിട്ടിയ കാരണം സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു. എവിടെയും ഇടയ്ക്ക് പേനൊക്കെ പിടിച്ചിരിക്കാറുണ്ട്, അതുകൊണ്ട് അറിയാം ആൾക്ക്. അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ, കുറേ കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുക. എന്നിട്ട് ഓരോരുത്തരുടെ പേര് പറയുക, ചുമ്മാ വായ തോന്നി നമുക്കറിയാവുന്ന പേരുകൾ വെച്ചിട്ട് ആ കുട്ടികളെ പറയാം. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആ നേരത്തെ ഞാനൊന്ന് പോയിട്ടോ. എനിക്കിങ്ങനെ ജസ്റ്റ് ഒരു ഗ്യാപ്പ് പോലെ ഉണ്ട് ലൈറ്റായിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവർ പറഞ്ഞത് ആക്ച്വലി നമ്മൾ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞാലൊക്കെ നമ്മുടെ മോണഭാഗം ലൂസാവും, അതുകൊണ്ടാണ്. അതല്ലാണ്ട് ടൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു സംഭവം വെച്ചുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു മാളിൽ വന്നു കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വരിക ചെയ്തത്. പിള്ളേർക്ക് വിശക്കുണ്ടെങ്കിൽ ഇനി അധികം വലിപ്പിക്കണ്ടല്ലോ, പിള്ളേരധികം നടത്തി കഴിഞ്ഞിട്ട് ഇനി ക്ഷീണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മോനെ അത്ര സുഖമില്ലാത്ത കാരണം മോൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. ഞങ്ങൾ ഈ ഇബ്രാഹിം റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അവിടെ കുറച്ച് ദൂരെ ആണ് കേട്ടോ സീറ്റിംഗ് കിട്ടിയത്. അപ്പോൾ അവിടെ ഒരു പറ്റിയതെന്താ വെച്ചാൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് ചേട്ടൻ കൊണ്ടുവന്ന സംഭവങ്ങൾ. അപ്പോൾ ഒരു വെറൈറ്റിയാണ് കേട്ടോ കൊണ്ടുവന്നത്, മിക്സ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അതിൽ കബാബ് ഉണ്ട്, റൈസ് ഉണ്ട്, പരിപ്പ് കൂട്ടാനുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ടേസ്റ്റ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് അല്ല, വേറൊരു ടൈപ്പ്. അത് കണ്ടോ, കുറച്ച് ഫ്രൈഡ് റൈസ്, കുറച്ച് നൂഡിൽസ്, കുറച്ച് എന്ന് വെച്ചാൽ മുകളിലെ പല്ലിങ്ങനെ ചെയ്തിരിക്കല്ലേ, അപ്പോൾ നൂഡിൽസൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോക്കോളല്ലോ, അങ്ങനെ വിചാരിച്ച് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു പാകിസ്ഥാനി റൊട്ടി, പിന്നെ ഗോബി, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ മേടിച്ചത്. അപ്പോൾ നന്നായിരുന്നു സംഭവങ്ങൾ. അതുപോലെ തന്നെ ഈ കബാബ് എന്ന് പറയുന്നത് വെജിറ്റബിൾ കബാബാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ റൈസൊക്കെ വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ്. അപ്പോൾ കുഞ്ഞുമോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയ ആൾ പിന്നെ ഇത്തിരി നോക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം കഴിക്കുള്ളൂ. മറ്റാൾ കഴിക്കുന്നുണ്ട്, അവൾക്ക് എന്ത് കിട്ടിയാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ അവൾ സെറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുക. ആ നേരത്തിൻ്റെ കടയിൽ നിന്ന് പിന്നീന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ബില്ല് പേ ചെയ്തിട്ടില്ലെന്ന്. ശരിക്കും നമ്മൾ ഫുഡ് മേടിച്ചാൽ അന്നേരം തന്നെ കൊടുക്കാറുണ്ട്, ഇതിപ്പോൾ പിന്നെയും മേടിച്ചാലാണോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല, അത് അന്നേരം കൊടുക്കാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് ദൂരമല്ലായിരുന്നു, അങ്ങനെ പറ്റിപ്പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോൾക്ക് എന്തെങ്കിലും ബർത്ത്ഡേ അല്ലേ എടുക്കാമെന്ന് വിചാരിച്ച് ഷോപ്പിൽ പോയി. അങ്ങനെ ഞങ്ങളൊരു ലോക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാളിൽ പോയി ഡ്രസ്സൊന്നും തപ്പാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് പോകുമെന്ന് വിചാരിച്ചില്ല മോനെ വയ്യാത്ത കാരണം. പക്ഷെ വലിയ കുഴപ്പമുണ്ടായില്ല അതുവരെ, അതുകൊണ്ട് പോയി. അപ്പോൾ സകല ചിലപ്പോൾ കൊടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ അവള്.
പക്ഷെ അത്ര രസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെരുപ്പൊന്നും നമ്മളെടുത്തില്ല, ഡ്രസ്സൊന്നും നോക്കി നോക്കി മട്ടി എൻ്റെ അമ്മോ. പക്ഷെ ഒരു കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്, പക്ഷെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവത്തിലുള്ള ഡ്രസ്സില്ല. ഒന്നുകിൽ നല്ല റേറ്റ്, അതല്ലെങ്കിൽ സ്യൂട്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി, പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി. ഇപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് ബില്ല് അടിക്കുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. താങ്ക് യു.